ഹായ് ഗൈസ്, അപ്പൊ അതെ നമ്മുടെ അടുത്ത് ഇന്ന് വന്നിരിക്കുന്ന രണ്ട് ബ്രീഡ്സ് ആണ്. ഒന്ന് വരുന്ന നമ്മുടെ ഷിറ്റ്സു പപ്പിയും ഒന്ന് വരുന്ന മിനി പിഞ്ചർ മിൻപിൻ. അപ്പൊ രണ്ട് പപ്പീസിനെ നമ്മൾ കസ്റ്റമർ കൊടുക്കാണ്ട് ഇപ്പൊ ഒരു വീഡിയോ കാണിക്കാണ്ട് ഇപ്പൊ ഇവൻ പോകുന്നത് കോട്ടയം ഏറ്റുമാനൂർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവള് പോകുന്നത് കാലിക്കറ്റാണ്. കാലിക്കറ്റ് ഹൽവായിക്കാണ്ടി പോകണം. അപ്പൊ രണ്ടുപേരും കൂടി നമ്മൾ ഇന്ന് ട്രാൻസ്പോർട്ടേഷനിലേക്ക് കയറ്റാണ് ഇപ്പോൾ. അപ്പൊ അതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച്. അപ്പൊ രണ്ടും മിനിയേച്ചർ ടൈപ്പ് ബ്രീഡാണ്. എന്നാൽ ഇവൻ കുറച്ച് ഫാൻസിയാണ്. ഇവരധികം ഫാൻസി അല്ല, പക്ഷെ ഇവൻ നല്ല ഗാർഡിങ് വരും. ഇവിടെ ഒരു 50% ഗാർഡിങ് വരും. രണ്ടുപേരും ഇൻഡോറും ഔട്ട്ഡോറും ഇട്ട് വളർത്താം. രണ്ടുപേരും നല്ല ഇവൻ ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാത്ത ബ്രീഡാണ്, എന്നാൽ ഇവന് കുറച്ച് മെയിൻ്റെനൻസ് വരും. ഓക്കെ, അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടും നല്ല ക്യൂട്ട് ബ്രീഡ്സ് അല്ലേ. അപ്പൊ മിൻപിനും ഷിറ്റ്സും കൂടിയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് ഫാൻസ് നമുക്ക് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ മിൻപിനാണോ ഷിറ്റ്സ് ആണോ എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ രണ്ടുപേരും ട്രാൻസ്പോർട്ടേഷനിൽ കയറ്റി വിടുന്ന ബോക്സിലേക്കാണ്. അത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാൻ എന്നെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ നല്ല ക്വാളിറ്റി ഷിറ്റ്സിന്റെ പപ്പി നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിൻപിന്റെ പപ്പി നോക്കുന്നുണ്ടെങ്കിൽ താഴേക്കാണ് നമ്പറിലേക്ക് വിളിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എറണാകുളത്താണെങ്കിൽ ഹോം ഡെലിവറി പ്ലസ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ചെയ്തു തരാം. നല്ല കിട്ടില്ല ഫ്രെയിം അല്ലേ നോക്കി. അപ്പൊ നമുക്ക് ഇനി സമയം കാരണം നമുക്ക് പപ്പിനെ വണ്ടിയിലേക്ക് കയറ്റുന്ന ഇവിടെ ഞാൻ കാണിച്ചത്. നമ്മൾ ഓരോ പപ്പിനെയും കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഓരോ ബോക്സിലായിരിക്കും പപ്പിനെ കൊടുക്കും. അപ്പോൾ കസ്റ്റമർ പപ്പിനെ മേടിക്കാണ്ട് വരുമ്പോഴത്തേക്കും കയ്യിലൊന്നും കരുതേണ്ടി വരത്തില്ല. അപ്പോൾ ഇതേപോലത്തെ ഓരോ ബോക്സിലാക്കിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ട്രാൻസ്പോർട്ടേഷൻ ഇന്ന് നമുക്ക് കൊടുക്കേണ്ടി പോകുന്ന ഡിമോറോ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്ന വണ്ടിയിലാണ്. അപ്പോൾ അവർ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് കാലിക്കറ്റ് ഒന്ന് ഏറ്റുപോലെ അവർ എത്തിച്ചു കൊടുക്കും, സേഫായിട്ട് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നല്ല സേഫ് ആൻഡ് സെക്യൂർ നമുക്ക് എത്തിച്ചേരാം.